ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവവചനം കേൾക്കുവാനായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 5-ാം വാക്യം. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. യെരുശലേമിൽ നിന്നും റോമാ സാമ്രാജ്യത്തിലേക്കുള്ള ക്രിസ്തു സഭയുടെ വളർച്ചയെ വിശദമാക്കുന്ന പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ഇന്നത്തെ സഭയുടെ ദർശനത്തെ രൂപപ്പെടുത്തുന്നതിന് ഈ പുസ്തകം പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. ആദിമസഭയിലെ അംഗമായിരുന്ന അനന്യാസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ടൊരുങ്ങുന്നത്. എന്നാൽ ഈ പേരിൽ മറ്റ് 2 വ്യക്തികൾ കൂടെ വേദപുസ്തകത്തിൽ ഉണ്ട്. അനന്യാസ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കൃപയുള്ളവനാകുന്നു എന്നാണ്. ഇദ്ദേഹം സഫീറ എന്ന സ്ത്രീയുടെ ഭർത്താവും യെരുശലേംകാരനും ആയിരുന്നു. ധനകാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും പത്രോസിൻ്റെ ശാസന കേട്ടപ്പോൾ ദൈവകോപത്തിന് ഇരയാകുകയും ചെയ്തു. ഈ പ്രഭാതത്തിൽ അനന്യാസിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വിശ്വാസിയായിരുന്നെങ്കിലും ദൈവത്തെ അനുഭവിച്ചിട്ടില്ലായിരുന്നു. ആരാണ് ദൈവം? ആരാണ് യേശു ക്രിസ്തു? ആരാണ് പരിശുദ്ധാത്മാവ്? ഇവ ഈ സംഭവത്തിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നു. പ്രപഞ്ച സ്രഷ്ടാവായ ദൈവം സർവ്വവ്യാപിയാണ്. അവൻ നമ്മുടെ സകല നിലവുകളെയും അറിയുന്നു. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമാകുന്നു. ആ ദൈവത്തെ ഒരു വിഗ്രഹത്തിൽ പരിമിതപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവം മനുഷ്യനെ സസൂക്ഷ്മം വീക്ഷിക്കുകയും നിരന്തര മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്യുകയും ലോകത്തെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു. അതിനാൽ ലോകത്തിൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിനായി അയച്ചതാണ് തൻ്റെ പുത്രനായ യേശുവിനെ. ക്രിസ്തുവിൻ്റെ മരണം ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനും പാപമോചനത്തിനും കാരണമായി തീർന്നു. തൻ്റെ പാപം ഏറ്റുപറയുവാൻ ഇവിടെ അനന്യാസിന് സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മാവാകട്ടെ കാര്യസ്ഥനും ആശ്വാസദായകനുമായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു. എന്നാൽ അനന്യാസ് ഈ ദൈവത്തെ അറിഞ്ഞില്ല. ആരും കാണുന്നില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടാണ് പാപം ചെയ്യുവാനായിട്ട് ഒരുങ്ങിയത്. എന്നാൽ ചെയ്ത പാപം യേശു കർത്താവിനോട് ഏറ്റുപറയുവാനും മനസ്സ് കാണിക്കുന്നില്ല. പത്രോസിൻ്റെ ചോദ്യത്തിന് തെറ്റായ മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നതിന് ഇടയായിട്ട് തീർന്നു. രണ്ടാമതായിട്ട്, വിശ്വാസി ആയിരുന്നെങ്കിലും നിത്യമരണത്തിന് അവകാശിയായിട്ട് തീർന്നു. വിശുദ്ധമല്ലാത്ത ഒരു ജീവിതത്തിനുടമയായി നാം അനന്യാസിനെ കാണുന്നു. ദൈവമുമ്പാകെ തൻ്റെ ഹൃദയം നേരുള്ളതായിരുന്നില്ല. എന്നാൽ സഭയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ മുൻപാകെ ഇവർ ബഹുമാനവും മാന്യതയും ആഗ്രഹിച്ചിരുന്നു. 73-ാം സങ്കീർത്തനത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ സംഭവം ആദിമസഭയിലെ വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു. വിശ്വാസികൾ പാപം ചെയ്യാതിരിക്കുവാൻ ഇത് ഒരു ദൃഷ്ടാന്തമായിട്ട് തീർന്നു. ഇന്ന് നമുക്കും ഇതൊരു പാഠമാണ്. കേവലം വിശ്വാസി എന്നുള്ളതല്ല, ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ പുത്രനായ ക്രിസ്തു രക്ഷകനാണ് എന്ന വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷയുടെ അനുഭവം ഉള്ളവരാകുവാനും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നാമധേയ ക്രിസ്ത്യാനികളായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. നിത്യമരണത്തിൽ നിന്നും നിത്യ അഗ്നിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങനെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.